വർഷ പുറത്ത് പോയി കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ചോദിക്കും, നീ എവിടെയായിരുന്നു ഇത്രയും സമയം? അത് ഞാനൊരു സർപ്രൈസ് നിനക്ക് തരാൻ വേണ്ടി പോയതാണ്. എന്താണ് സർപ്രൈസ് എന്ന് ചോദിക്കും. ദീപാവലി അല്ലേ വരുന്നത്, അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു, ഡ്രസ്സ് വാങ്ങിച്ചു, അത് വാങ്ങി ഇത് വാങ്ങി എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എൻ്റെ വിരൽക്കൊന്ന് കാണിച്ചെന്ന് പറയും. അപ്പോൾ ഒരു മോതിരം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തോന്നാണ് വർഷയെന്ന് ചോദിക്കും. അത് ദീപാവലി ആകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പയ്യന് മാലയും മോതിരവും ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിനക്ക് വാങ്ങി തന്നതാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായി സന്തോഷമായിട്ട് ജീവിക്കണം. നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖത്തിലൊന്നും നമുക്ക് പങ്കുചേരേണ്ട, നമ്മുടെ ഫാമിലി അത് മാത്രം മതി. അങ്ങനെ ഓരോ ഡ്രസ്സും ഓരോന്നൊക്കെ എടുത്ത് മാച്ച് ചെയ്ത് നോക്കുന്നു. നല്ല ഡ്രസ്സാണ്, നല്ല ഇതാണ്. അപ്പം എനിക്ക് സെലക്ട് ചെയ്യാൻ അറിയാമല്ലേ? പിന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ അറിയാമെന്ന് പറയുന്നുണ്ട്. നീ എന്നെ സെലക്ട് ചെയ്തില്ലേ, അതില്ലേ വലിയ ഭാഗ്യമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, നമുക്കൊരു സിനിമ കാണാൻ പോയാലോ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിന് മുഖത്തൊരു വല്ലായ്മ പോലെ, എന്നുവെച്ചാൽ വീട്ടിലത്തെ കാര്യങ്ങൾ ഓർത്തൊക്കെയാണ് അങ്ങനെ വിഷമമായത്. നീ എന്തിനാണ് വിഷമിക്കുന്നത്? വീട്ടിലത്തെ കാര്യം ഞാൻ അങ്ങ് മറന്നേരെ. അത് വീട്ടിലായിരുന്ന സമയത്ത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കും, എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര ആഘോഷമായിരിക്കും. അച്ചമ്മ വരും, പിന്നെ പലഹാരങ്ങളുണ്ടാക്കും. നമുക്കതെല്ലാം ഇവിടെ ഉണ്ടാക്കി നമുക്ക് ആഘോഷിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തിൻ്റെ മനസ്സിൽ വീട്ടിലുള്ള കാര്യങ്ങളും അച്ഛനെയും വീട്ടിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളൊക്കെയാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കും. അതിനെന്താ, ഞാൻ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്, കൊള്ളാമല്ലോ, നമുക്ക് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തും കൂടെ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സച്ചിയും കൂട്ടുകാരനും അവിടെ നിൽക്കുകയാണ്, ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതായത്, ഞാൻ വാടകക്കാരന് ഇതുവരെയും പൈസ കൊടുത്തില്ല, പൈസ കൊടുത്തില്ല, ഡ്യൂ അടച്ചിട്ടില്ല, ഇനിയിപ്പോൾ അതെന്തായി വരുമെന്നൊന്നും അറിയില്ല. അതിനിടയ്ക്ക് ഞാൻ അയാളുടെ കയറി ഉടക്കുകയും ചെയ്ത്, അതുകൊണ്ട് അയാൾ ഏത് നിമിഷം വേണമെങ്കിലും കാറ് വന്ന് എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് ഓരോ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചിയുടെ കാർ അതുവഴി വരുന്നത്. അപ്പോഴത്തേക്കും പറഞ്ഞിടാ, അത് നിൻ്റെ കാറല്ലേ ഇത് വരുന്നത്? അതെ എൻ്റെ കാറ് തന്നെയാണെന്ന്. സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ കണ്ടപ്പോൾ തന്നെ സച്ചിയുടെ മനസ്സങ്ങ് നിറഞ്ഞു. അപ്പോഴത്തേക്കും സാറ് പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, സച്ചി, നമ്മൾ കാറ് മേടിച്ചെങ്കിലും നിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും സൈൻ ചെയ്തിട്ടില്ല, അപ്പോൾ അതിന് സൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അച്ഛന് സുഖമായിരിക്കുന്നു, കുഴപ്പമില്ല. സാർ അന്ന് ആ പൈസ തന്നത് കൊണ്ടാണ് എൻ്റെ അച്ഛൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. കുഴപ്പമില്ല മോനെ, ഞാനത് സഹായമില്ല, എനിക്ക് കാറ് വേണമായിരുന്നു, അങ്ങനെ കൊടുത്തു വാങ്ങി എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് സച്ചിയുടെ ചങ്ക് പെടയാണ്. സച്ചിയുടെ കാറ് ഈ വർക്ക്ഷോപ്പിലായതിന് ശേഷം ഇതുവരെ സച്ചി തൊട്ട് നോക്കിയിട്ട് പോലുമില്ല, ഡ്രൈവ് ചെയ്തിട്ടുമില്ല. അപ്പോഴത്തേക്കും പിന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാം സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സൈൻ ചെയ്ത് കൊടുത്തിട്ട് കാർ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ സച്ചി ആവശ്യപ്പെടുന്നു, സാർ എനിക്ക് ഒരു റൗണ്ട് എൻ്റെ കാറിനെ ഒന്ന് ഓടിക്കാൻ എനിക്ക് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നില്ല, അതിനെന്താ സച്ചി എടുത്ത് ഓടിച്ചോ, അല്ലെങ്കിൽ കാർ ഇന്ന് ഇവിടെ കിടക്കട്ടെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ, ഞാൻ ഒരു റൗണ്ടൊന്ന് ഓടിച്ചിട്ട് വരാം എന്ന് പറയുന്നു. അങ്ങനെ സച്ചി കാറിൽ കയറി സച്ചി ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. രാത്രിയായ സമയത്ത് സച്ചി വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിൽ വരുന്ന സമയത്ത് നല്ലവണ്ണം കുടിച്ച് കൂത്താടി തറയിൽ പോലും കൈ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സച്ചി കയറി വരുന്നുണ്ട്. അച്ഛനും അമ്മയും എല്ലാവരും ഉറങ്ങി, രേവതി മാത്രം ഉറങ്ങാതിരിക്കുകയാണ്. അങ്ങനെ അങ്ങ് വന്ന് കയറി, സച്ചിയേട്ട ഇതെന്താണ് കാണിച്ചിരിക്കുന്നത്, നീ എന്നെ തൊടരുത്, എന്നെ പിടിക്കരുത്, നീ മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് മുകളിലോട്ട് കയറി പോയിട്ട്, ഞാനിവിടെ വെച്ചിരുന്ന സാധനം എവിടെയാണെന്ന് ചോദിക്കുന്നത്. എന്ത് സാധനം? അതിൻ്റെ പായ എവിടെയാണ്? ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ആ പായ എടുത്തു കൊടുത്തിട്ട് പായ തറയിലെടുത്തിട്ട് ഒറ്റ കിടപ്പങ്ങ് കിടക്കുകയാണ്. ഇതൊക്കെ കണ്ട് രേവതിക്ക് വല്ലാത്ത സങ്കടം. എടി നീ എനിക്ക് സ്നേഹവും തരണ്ട, നീ ഭക്ഷണവും തരണ്ട, ഒന്നും തരണ്ട, നീ എന്നെ വെറുതെ ഒന്ന് വിട്, നീ നിമിത്തമാണ് എൻ്റെ എല്ലാ സർവനാശത്തിനും കാരണം. നീ എൻ്റെ കാറിനെ വിൽക്കേണ്ടി വന്നു, അച്ഛന് സുഖമില്ലാതാക്കി,
ഇതെല്ലാം നീ ഒരുത്തി നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? നീ തന്നെയാണ്, നീ തന്നെയാണ്. രേവതി ഇതൊക്കെ ഓർത്തോർത്ത് കരയുന്നുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സച്ചിയേട്ടനാണോ സത്യം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതെല്ലാം ശ്രീകാന്ത് പറ്റിച്ച പണിയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. സച്ചിക്ക് ഇനി ഒന്നും കേൾക്കണ്ട. സച്ചി പറയുന്നുണ്ട് നീ തന്നെയാണ് ചെയ്തത്, നീ അല്ലാതെ വേറെ ആരുമല്ല. നീ ഇതെല്ലാം ചെയ്ത് എന്നെ പറ്റിച്ച് പടിക്കുഴിയിലാക്കില്ല. എനിക്കിപ്പോൾ ഓടിക്കാൻ വണ്ടിയുണ്ടോ? വണ്ടിയില്ല. ഫൈനാൻസറുടെ അടുത്ത് പോയി അവിടെയും ചെന്ന് ഞാൻ ബഹളം ഉണ്ടാക്കി. അയാളും നീ വണ്ടി തരുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. അപ്പോൾ നീ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരി, മറ്റാരുമല്ല എന്ന് പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് കരയാണ്. ഏങ്ങലടിച്ച് കരയണം. അപ്പോൾ അങ്ങനെയുള്ള നല്ല കഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ.